സമയം മുമ്പ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ദുരന്തബാധിത മേഖലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. മുണ്ടക്കയിലേക്കുള്ള യാത്രയിലാണ് അദ്ദേഹം. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടേക്ക് സന്ദർശിക്കും എന്നുള്ളത് മാധ്യമങ്ങളോടൊക്കെ കണ്ട അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്പസമയം മുമ്പ് കൽപ്പറ്റയിൽ വെച്ചിട്ട്. അഭിലാഷ് മോഹൻ തുറന്നുണ്ട്. അഭിലാഷ്, അദ്ദേഹം എത്തിയൊരു സാഹചര്യത്തിൽ നമുക്കതിനെക്കുറിച്ച് കൂടി ഒന്ന് സംസാരിക്കാമെന്ന് തോന്നുന്നു. കാരണം കേന്ദ്ര സഹായത്തെക്കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകളും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമല്ലോ. ഇപ്പോൾ രണ്ടാമതായിട്ടാണ് സുരേഷ് ഗോപി എത്തുന്നത്. ഇതിനു മുമ്പ് ജോർജ് കുര്യനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങളോടും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങൾ എങ്ങനെ കേരളത്തിൽ കൈത്താങ്ങായി എത്തും, അത് കേന്ദ്രമന്ത്രിമാർ എങ്ങനെ കാര്യങ്ങൾ ബോധിപ്പിക്കും എന്നുള്ളൊരു കാര്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. എങ്ങനെ പ്രതീക്ഷിക്കാം? തീർച്ചയായിട്ടും പൂജ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കേന്ദ്ര സഹായത്തിൻ്റെ കാര്യത്തിൽ ഇതൊരു നാഷണൽ ഡിസാസ്റ്ററായി പ്രഖ്യാപിച്ചാൽ, ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ അത് വലിയ ഗുണകരമായ കാര്യം ആകും. ഇപ്പോൾ നമുക്ക് കേരളത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അംഗങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. അവർ വളരെ സ്തുത്യർഹമായ സേവനം നടത്തിയിട്ടുള്ള ആളുകളാണ്. നമുക്ക് അവരുമായി സംസാരിക്കാം. അല്പസമയത്തിനകം അവരുടെ പ്രധാനപ്പെട്ട ആളുകളാണ് ഇവിടെ നിൽക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് അവരിപ്പോൾ ഒരു മാധ്യമ പ്രതികരണം നടത്തുകയാണ്. അതിനുശേഷം ഞാൻ അവരിലേക്ക് വരാം. കേരളത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ സേനകൾ ഇന്ന് കൂടുതലായും പരിശോധനകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ചാലിയാറിന് നദീതടത്തിലാണ്. നേരത്തെ പൂജ ചോദിച്ചത് ഈ കേന്ദ്ര സഹായത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ ആവശ്യമാണ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ അത് വളരെ ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. കേരള സർക്കാരും അത് ആവശ്യപ്പെടുന്ന കാര്യമാണ്. ആ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ഇതിൽ വലിയ തോതിൽ കേന്ദ്ര സഹായം ലഭ്യമാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അത് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സുരേഷ് ഗോപിയുടെ ഇക്കാര്യത്തിലെ നിലപാട് എന്ത് എന്നുള്ളത് അദ്ദേഹം പൂർണ്ണ വ്യക്തതയോടുകൂടി അല്പസമയത്തിനകം പറയും എന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഇവിടെ രക്ഷാപ്രവർത്തകർക്ക് കുറച്ച് നിയന്ത്രണങ്ങളുണ്ട്. രക്ഷാപ്രവർത്തകരെ അവരുടെ ഐഡൻറ്റിറ്റി പരിശോധിച്ചതിന് ശേഷം മാത്രം, ഏത് ടീം എന്നുള്ള നിലയിൽ അവരുടെ ഐഡൻറ്റിറ്റിയും മറ്റും പരിശോധിച്ചതിന് ശേഷം സംഘാംഗങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രമാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വിഭിന്നമായി കുറച്ചുകൂടി നിയന്ത്രണത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ നിയന്ത്രിതമായിട്ടുള്ള തെരച്ചിലാണ് ഇന്ന് നടത്തുന്നത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ആളുകൾ മുകളിലേക്ക് പോവേണ്ടതില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെയും നിലപാട്. മറ്റ് ദുരന്തം കാണാനും മറ്റുമായി ആരും വരേണ്ടതില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യമുള്ള ആളുകൾ മാത്രം ദുരന്ത മേഖലയിലേക്ക് പോവുക, അല്ലെങ്കിൽ ഈ വർക്കിൽ കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകൾ മാത്രം ഈ ദുരന്ത മേഖലയിലേക്ക് പോവുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം.